സുരക്ഷയും ക്ഷേമവും ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യമുയർത്തി KSKTU സീനത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പ്രതിഷേധ കൂട്ടായ്മയുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി കർഷക തൊഴിലാളിയുടെ ഉത്സവത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വിജയൻ സഖാവിനെ ക്ഷണിക്കും. സഖാക്കളെ, ഇന്ന് നമ്മളിവിടെ ഈ വില്ലേജിൻ്റെ വഴിക്കൽ ഉപരോധ സമരമായിട്ട് എത്തിയിരിക്കുകയാണ്. ഈ UDF സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനകീയ ദ്രോഹങ്ങൾക്കും പെൻഷൻകാരോട് കാണിക്കുന്ന ക്രൂരതകൾക്കും വേണ്ടി പ്രതിഷേധിച്ച് നമ്മളെ വില്ലേജ് വഴിക്കൽ നടത്തുന്ന ഈ സമരം സ്വാഗതം പറയുന്നതിന് വേണ്ടി വർഗീസ് കോശിയെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട ഈ ഉപരോധ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇന്ന് ഇത്തരത്തിലൊരു സമരം നടത്തുവാൻ കാരണമായി തീർന്നത് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എടുത്തിട്ടുള്ള പല നിലപാടുകളും ജനദ്രോഹപരമായതുകൊണ്ട് തന്നെയാണ്. തന്നെയുമല്ല, നമ്മളുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് മേഖല, ആ മേഖലയെ വളരെ പ്ലാനോടുകൂടി അത് തകർക്കുവാനും അതില്ലായ്മ ചെയ്യുവാനും വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാടുകൾ പുനഃപരിശോധിക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടു ആണ് ഇന്ന് ഈ സമരം ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ ഓരോ വാർഡുകളിലും ഒരു 200-ലധികം ആളുകൾക്ക് നമ്മൾ കൃത്യമായി യഥാസമയങ്ങളിൽ പെൻഷൻ എത്തിച്ചു കൊടുത്തിരുന്നു. ആ പെൻഷൻ വിവിധ കാരണങ്ങൾ പറഞ്ഞു അട്ടിമറിക്കുവാൻ, പെൻഷൻ ഇല്ലായ്മ ചെയ്യുവാൻ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസം നമ്മൾ കൊടുത്തിരുന്നു. ഒരു സർക്കാർ അനുവദിച്ച് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ കൃത്യമായി മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത ആ പെൻഷൻ അത് നിർത്തലാക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് ഗവൺമെന്റ് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഒട്ടനവധിയായിരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും അനുഭവിക്കുന്നതായിരിക്കുന്ന നമ്മുടെ സാധാരണപ്പെട്ട സഹോദരിമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷനാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ. ഒരു സമയത്ത് പറഞ്ഞത് അത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് അതിന് ഉപഭോക്താക്കളെ കണ്ടെടുത്തിട്ടുള്ളത് എന്ന ഒരു ആരോപണം അവർ ഉന്നയിച്ചു. ഇവിടെ കൃത്യമായി ഗവൺമെന്റ് അന്ന് നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടാണ്, അതിന്റെ പരിശോധനകളും പൂർത്തീകരിച്ചാണ് ആ പെൻഷൻ ഉപഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ പറയപ്പെടുന്ന ആളുകൾക്കെല്ലാം പെൻഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അനുവദിക്കപ്പെട്ട പെൻഷൻ അട്ടിമറിക്കപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ ഇന്ന് ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത ഒരു രീതിയിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാരണം പല ആളുകൾക്കും അക്കൗണ്ട് പോലുമില്ല. പല ആളുകളും ഇനിയും പോയി അക്കൗണ്ട് എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ കിടപ്പ് രോഗികളായി മാറ്റപ്പെട്ടിട്ടുള്ളവരാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളെ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമീപനം എടുത്തിരിക്കുന്ന ഗവൺമെന്റ് അതിന്റെ ആ സംവിധാനങ്ങൾ തിരുത്തപ്പെടണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ നമുക്കറിയാം, തൊഴിലുറപ്പ് മേഖലയിൽ ഇതര ബഡ്ജറ്റുകളിൽ അവതരിപ്പിച്ചിട്ടുള്ള തുകകൾ ഓരോ കാലഘട്ടത്തിലും
അത് വെട്ടിക്കുറച്ച് കൊണ്ടുവരുന്ന ഒരു സമീപനമാണ് എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ BJP രാഷ്ട്രീയം വന്നതോടുകൂടി തൊഴിലുറപ്പ് മേഖലയിൽ വളരെ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രതിസന്ധികൾ ഒക്കെ തരണം ചെയ്ത് അതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് അവിടെ ഈ തൊഴിലാളികളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന ഇത്തരത്തിലുള്ള ബാധ്യതകൾ, ഇത്തരത്തിലുള്ള നിയമവശങ്ങളൊക്കെ പുനഃപരിശോധിക്കുവാൻ കൂടി ഗവൺമെന്റ് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അതിന് മുൻപിൽ എന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഞാൻ എന്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ ഉപരോധ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ KSKTUവിന്റെ സെക്രട്ടറി കൂടിയായിരിക്കുന്ന PG വിജയൻ അവറുകളാണ്. പ്രിയപ്പെട്ട സഖാവിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ഉപരോധ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉപരോധ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേരുന്നത് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന KG മുരളീധരൻ അവറുകളാണ്. ഏറെ സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ട സഖാവിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ KSKTUവിന്റെയും NREGയുടെയും ഒക്കെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതര യൂണിറ്റുകളുടെ ഭാരവാഹികളായി വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇതര മേഖലകളിൽ തൊഴിലെടുക്കുന്ന പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കളുണ്ട്. KSKTUവിന്റെ മറ്റ് സഖാക്കളുണ്ട്. ഇവരെല്ലാം ഏറെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഈ യോഗത്തിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായി പങ്കെടുക്കുന്ന ആളുകളുണ്ട്. അവരെയൊക്കെ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സേതോട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ ഒക്കെയുണ്ട്. അവരെല്ലാം വളരെ സ്നേഹത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടുകൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിടത്തുള്ളൂ. ഇത്തരമൊരു സമരം എന്തുകൊണ്ട് നാം സംഘടിപ്പിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് സാധാരണ സൂചിപ്പിക്കപ്പെട്ടു. കഴിഞ്ഞ 90 ദിവസമായി 100 ദിവസക്കാലമായി അധികാരത്തിലിരിക്കുന്ന VD സതീശന്റെ UDF ഗവൺമെന്റ് 3 മാസം കൊണ്ട് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെയും ഇത്രമാത്രം ബുദ്ധിമുട്ടിച്ച ഒരു ഗവൺമെന്റ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനമായി പാവപ്പെട്ട ആളുകൾക്ക് 62 ലക്ഷം ആളുകൾക്ക് 2000 രൂപയുടെ ക്ഷേമ പെൻഷൻ വളരെ കൃത്യമായി 1 മാസം പോലും കുടിശ്ശികയില്ലാതെ കൃത്യമായി വീടുകളിലെത്തിക്കുകയായിരുന്നു. നമ്മുടെ പഞ്ചായത്തിൽ 2915 ആളുകൾക്ക് ഒരു പരാതിക്കും ഇടത്തിൽ കല്ലാതെ വളരെ കൃത്യമായി നേരിട്ട് വീട്ടിൽ കൊണ്ടുവന്ന സർവീസ് സഹകരണമായിട്ടായിരുന്നു. അപ്പൊ ഇന്നലെ വീട് സദസ്യം പറഞ്ഞ 59 ലക്ഷം ആളുകളുടെ പെൻഷൻ ഉള്ളതാണ്. ഒറ്റയടിക്ക് 3 ലക്ഷം കുറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് വിഹിതം കിട്ടണമെങ്കിൽ ആ കേന്ദ്ര ഗവൺമെന്റിനെ വിടുപണി ചെയ്യുന്ന ആളായി കേരളത്തിലെ VD സതീശൻ മാറിയിരിക്കുന്നു. കേരളത്തിലെ UDF അധികാരത്തിൽ വന്നെങ്കിലും ഭരിക്കുന്നത് BJP ആണ്. UDF അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം നേടുന്നത് BJP ആണ്. കേരളത്തിലെ സർവകലാശാലകൾ, കേരളത്തിലെ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പഞ്ചായത്ത് സാധ്യതയനുസരിച്ച് കാർഷിക മേഖലയിൽ പണിയെടുത്തെങ്കിൽ മാത്രമേ ഇവിടെ പണി നൽകാൻ കഴിയുകയുള്ളൂ. കാർഷിക മേഖലയിൽ 12 മാസത്തിൽ 2 മാസം ഒഴിവാക്കണം. എന്താണ് ഉദ്ദേശം? അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദാനിക്കും അംബാനിക്കും ബഹിരാഷ്ട്ര കുത്തകൾക്കുമെല്ലാം വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ അവർക്ക് പണിയാളെ ലഭിക്കുന്നില്ല. 100-200 കൊടുത്താൽ തൊഴിലാളികൾ ലഭിക്കുന്നില്ല. ആ ഘട്ടത്തിൽ 2 മാസത്തെ അവർ നിരോധനം ഏർപ്പെടുത്തി. നമ്മുടെ പഞ്ചായത്തിൽ മഴക്കുഴിയാണ് പറഞ്ഞിരിക്കുന്നത്. 13 ജില്ലാ കളക്ടർ തന്നെ ഇവിടെ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാൻ, അല്ലെങ്കിൽ മണ്ണിടിച്ചിലൂടെ അടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ മഴക്കുഴി ഇവിടെ അപ്രായോഗികമാണ്. തൊഴിലാളികൾ പണി ലഭിക്കുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ 100 പണി പൂർത്തീകരിച്ച തൊഴിലാളികൾക്ക് 1200 രൂപ നൽകിയിരുന്നു. ഇപ്പോൾ നൽകാനുള്ള ഒരു ശ്രമവും ആരംഭിച്ചിട്ടില്ല. അങ്ങനെ എല്ലാ മേഖലയും താറുമാറാക്കിയ പൂക്കി മേനോൻ VD സതീശന്റെ ഗവൺമെന്റ്, ഈ UDF ഗവൺമെന്റ് കഴിഞ്ഞ 100 ദിവസക്കാലം കൊണ്ട് ഈ കേരളത്തില് സർവ്വ മേഖലയിലും, കാർഷിക മേഖലയിലും, എല്ലാ മേഖലയിലും നോക്കൂ. നമ്മുടെ ഓണകാലമായപ്പോ സപ്ലൈകോയിലും മറ്റ് ഗവൺമെന്റ് സബ്സിഡി സ്ഥാപനങ്ങളിലുമെല്ലാം വലിയ രീതിയിൽ സ്ഥാപനം വരേണ്ടതാണ്. ഒരു സ്ത്രീയും ഉണ്ടായിട്ടില്ല. നോക്കൂ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ കൃത്യമായി നികുതിയെല്ലാം പിരിക്കും.
ഞങ്ങൾക്ക് കടമെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ 11,500 കോടി രൂപ ഈ 100 ദിവസം കൊണ്ട് കടമെടുത്തിരിക്കുന്നു. അങ്ങനെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ അതിനെതിരല്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയ നമ്മുടെ സംസ്ഥാനത്തെ വീണ്ടും വറുതിയിലേക്ക് തള്ളിവിടുന്ന ഒരു ഗവൺമെന്റായി ഈ UDF ഗവൺമെന്റ് മാറിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് കർഷക തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ ആളുകളെയും ഊഷ്മളമായി അഭിവാദ്യം നിർത്തുന്നു. അഭിവാദ്യം. ഒരു മുദ്രാവാക്യം, പഞ്ചായത്തുകൾക്ക് അർഹതപ്പെട്ട വിഹിതം നൽകാതെ, പദ്ധതി വിഹിതം നൽകാതെ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളെ തകർക്കാനുള്ള സതീശൻ ഗവൺമെന്റിന്റെ നിലപാടിൽ നിന്ന് പിന്മാറണം. പഞ്ചായത്തുകൾക്ക് അർഹതപ്പെട്ട പ്ലാൻ ഫണ്ട് ഉടൻ തന്നെ വിതരണം ചെയ്യണം, അത് പൂർണ്ണമായി വിതരണം ചെയ്യണം. ഇതാണ് ഒരു മുദ്രാവാക്യം. നമുക്ക് അർഹതപ്പെട്ട വിഹിതം ഈ വിഹിതത്തോടക്കം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് ലഭിക്കേണ്ട 2 ഗഡു പൈസ തരാതെ ഈ പഞ്ചായത്തുകളെ വലയ്ക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആരംഭിച്ചപ്പോൾ 1 ഗഡു തരാമെന്ന് സമ്മതിച്ചു. ആ 1 ഗഡുവിൽ തന്നെയായിട്ട് 50% മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിന് ഇപ്രാവശ്യം കിട്ടേണ്ടിയിരുന്ന തുകയുടെ പകുതി മാത്രമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളെല്ലാം ഗ്രാമസഭ ചേർന്ന് പല പദ്ധതിക്കും അംഗീകാരം കൊടുത്തു. പല റോഡുകൾ നിർമ്മിക്കാൻ, പല പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ, പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ട പല നിർമ്മാണ പ്രവർത്തനങ്ങൾ, മറ്റ് ക്ഷേമ പദ്ധതികൾ ഒക്കെ എൻ്റെ പ്രവർത്തനം നിങ്ങൾക്കറിയാം. വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ, പൂർണ്ണമായി കിടപ്പ് രോഗികളായവരെ ശുശ്രൂഷിക്കുന്ന പദ്ധതിയാണ് പാലിയേറ്റീവ് കെയർ പദ്ധതി. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒരു വലിയ അഭിമാന പദ്ധതിയായിരുന്നു. എല്ലാ പഞ്ചായത്തുകളിലും അതിനുവേണ്ടി നഴ്സുമാരെ, സ്റ്റാഫിനെ അതിനുവേണ്ടി നിയോഗിച്ച് വീടുകളിൽ സമയാസമയങ്ങളിൽ ചെന്ന് അവർക്ക് മരുന്ന് കൊടുത്ത് മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടി ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള മനുഷ്യ സ്നേഹപരമായിട്ടുള്ള പ്രവർത്തനമാണ് പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത്. ആ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചെലവ് വഹിക്കേണ്ടത് പഞ്ചായത്തുകളാണ്. പക്ഷേ ഇപ്പോൾ ആ പ്രവർത്തനം പോലും ഏറ്റെടുത്ത് നടത്താൻ പറ്റാത്ത രീതിയിലുള്ള വലിയ സാമ്പത്തിക ഞെരുക്കം പഞ്ചായത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും UDF-കാരെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് താല്പര്യമുള്ളവരല്ല. ജനകീയാസൂത്രണം തുടങ്ങിയ കാലം മുതൽ അതിൽ തകർക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ്സുകാർ. എന്നും ജനകീയാസൂത്രണ പദ്ധതിക്ക് അവരെതിരായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഇടപെട്ട് ജനങ്ങൾ നടത്തുന്ന ആസൂത്രണമൊന്നും വേണ്ട. ഈ പദ്ധതിയിൽ ചിറത്തോട്ടിൽ, ചിറ്റാറിൽ, ഈ പഞ്ചായത്തുകളിലൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന്, എന്താണ് അവിടെ ചെയ്യേണ്ടത്, ഞങ്ങൾ തിരുവനന്തപുരത്തിൽ നിന്ന് തീരുമാനിച്ചോളാം, അല്ലെങ്കിൽ പത്തനംതിട്ട കളക്ടറേറ്റിൽ നിന്ന് തീരുമാനിച്ചോളാം എന്ന നിലപാടാണ് എന്നും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ നിലപാട് വ്യത്യസ്തമാണ്. ഈ സിറത്തോട് പഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, എവിടെയാണ് റോഡ് ഉണ്ടാക്കേണ്ടത്, എവിടെയാണ് പാലം പണിയേണ്ടത്, ആർക്കാണ് വീട് കൊടുക്കേണ്ടത്, ആർക്കാണ് കക്കൂസ് കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലല്ല, പത്തനംതിട്ട കളക്ടറേറ്റിലല്ല എടുക്കേണ്ടത്. ഈ സീതത്തോട്ടിലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ഓരോ വാർഡുകളിലും ഗ്രാമസഭകൾ ചേർന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം. ഈ സീതത്തോട്ടിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തീരുമാനിക്കണം. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. അതാണ് ജനകീയാസൂത്രണ പ്രവർത്തനം. 30 വർഷമായി ഈ പ്രവർത്തനം ആരംഭിച്ചിട്ട് അന്ന് മുതൽ ഇന്നോളം ഇതിനെ തകർക്കാൻ ശ്രമിച്ചിട്ടുള്ളവരാണ് കോൺഗ്രസ്സുകാർ. നമുക്കറിയാം, ജനകീയാസൂത്രണ പദ്ധതി നടപ്പായതിനു ശേഷം മാത്രമാണ് സിറത്തോട് പഞ്ചായത്തിലെ ഈ കണ്ട റോഡുകളൊക്കെ കോൺക്രീറ്റ് ചെയ്യപ്പെട്ടതും ടാർ ചെയ്യപ്പെട്ടതും. ഈ 30 വർഷം മുമ്പ് സിറത്തോടിലെ റോഡുകളൊന്നും സ്ഥിതി ഇതായിരുന്നില്ല. ഈ സിറത്തോട് പഞ്ചായത്തിലെ നിരവധി ആൾക്കാർക്ക് ഇന്ന് വാസ്തവികമായ വീടുള്ളത് ഈ ജനകീയാസൂത്രണ പദ്ധതി വന്നതുകൊണ്ട്. ആ പദ്ധതിയുടെ പഞ്ചായത്തിൽ കൊടുത്ത വീടാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു പദ്ധതിയില്ല. ജനകീയാസൂത്രണ പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് പഞ്ചായത്തുകൾ വീടിന് പൈസ കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നില്ല. ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കയറിക്കിടക്കാൻ ഇടമില്ലെങ്കിൽ അവന് ഭവനം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആ തദ്ദേശ ഭരണ സ്ഥാപനത്തിനുണ്ട് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചറിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഭവന നിർമ്മാണ ധനസഹായം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറ്റിയത്. അങ്ങനെ ആ പദ്ധതി നടപ്പാക്കിയ ശേഷമാണ് സീതത്തോടക്കം കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 10,000-കണക്കിന് ജനങ്ങൾക്ക് കയറിക്കിടക്കാനുള്ള വീടിന് ധനസഹായം ലഭിച്ചത്. പഞ്ചായത്തിൽ ധനസഹായം കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കിയത് ഈ ജനകീയാസൂത്രണ പദ്ധതിയിലൂടെയാണ്. അങ്ങനെ ജനങ്ങളെ
അങ്ങേറ്റം സഹായിക്കുന്ന നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്കായാലും ജനക്ഷേമ പദ്ധതികൾക്കായാലും ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിക്കൊണ്ട് നടപ്പാക്കിയിട്ടുള്ള ജനകീയാസൂത്രണ പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പഞ്ചായത്തുകൾക്ക് അർഹതപ്പെട്ട പദ്ധതി വിഹിതം കൊടുക്കാതെ പഞ്ചായത്തുകളെ കഴുത്ത് ജനിച്ചു കൊല്ലുന്ന സമീപനം വി.ഡി. സതീശന്റെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ കേരളത്തിലെമ്പാടും ഉയർന്നു വരികയാണ്. പഞ്ചായത്തുകളെ സംരക്ഷിക്കണം, ജനകീയാസൂത്രണ പ്രസ്ഥാനത്തെ സംരക്ഷിക്കണം, പരിപാടി സംരക്ഷിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ജനങ്ങൾക്ക് അതിനുള്ള തീരുമാനമെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കണം. അങ്ങനെ വേണമെങ്കിൽ ഈ പഞ്ചായത്തുകൾക്ക് നിയമാനുസൃതമായി ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കുക തന്നെ ചെയ്യണം. പെൻഷൻ തരും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തീരെ അവസരമായി കിടക്കുന്ന ഒരാളാണെങ്കിൽ വാർദ്ധക്യം മൂലം രോഗം മൂലം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ കിടക്കയിലായിപ്പോയവരാണെങ്കിൽ പോലും നിങ്ങളുടെ കിടക്കപ്പായിൽ വന്ന് അടുത്തുള്ള സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ കിടക്കപ്പായിൽ വന്നിരുന്ന് ആ മാസത്തെ പെൻഷൻ തുക എണ്ണി നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒരു സംവിധാനം ഈ ലോകത്തില്ല. ഒരു പെൻഷൻ ഗുണഭോക്താവ് കിടക്കപ്പായാണെങ്കിൽ ആ കിടക്കപ്പായൽ കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ഈ ലോകത്തുണ്ടായിരുന്നില്ല. ഈ കേരളത്തിലല്ലാതെ പ്രിയപ്പെട്ടവരെ 27 ലക്ഷം പേരാണ് അങ്ങനെ പെൻഷൻ വാങ്ങി അനുഭവിച്ചിരുന്നത്. യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ക്രൂരമായ തീരുമാനം ഇപ്പോൾ വി.ഡി. സതീശൻ എടുത്തിരിക്കുന്നു. ഇനിമേലിൽ അങ്ങനെ ആർക്കും കിടക്കപ്പായ എണ്ണം കൊണ്ട് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി വേണ്ട. വേണമെങ്കിൽ ഈ പെൻഷൻ വേണമെങ്കിൽ ബാങ്കിൽ വന്ന് പെൻഷൻ മേടിച്ചോണം. ബാങ്കിൽ വന്ന് പെൻഷൻ മേടിക്കണം. പ്രിയപ്പെട്ടവരെ, പരസഹായമില്ലാതെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് ചിക്കൻ കറി കൊടുക്കുമായിരുന്നു. ഉച്ചയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ ചിക്കൻ കറി കൊടുക്കുമായിരുന്നു. ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അത് വേണ്ട, സാമ്പാർ കൊടുത്താൽ മതി. അംഗനവാടികളിൽ ഒരു ശംഖു എന്ന് പറയുന്ന കുട്ടി വീഡിയോ ലൈനിലൂടെ മന്ത്രിയോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് ബിരിയാണി തരണം, അംഗനവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബിരിയാണി തരണം. നമ്മുടെ മന്ത്രി അത് കേട്ടു. വീണ ജോർജ് ഒരു കുഞ്ഞ് ആവശ്യപ്പെട്ടിട്ടും ആ ആവശ്യം ശരിയാണല്ലോ എന്ന് ബോധ്യപ്പെട്ടിട്ട് അംഗനവാടികളിൽ ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു ബിരിയാണി വേണ്ട, ബിരിയാണി ഒന്നും അങ്ങനെ അംഗനവാടി കുഞ്ഞുങ്ങൾ കൊടുക്കണ്ട, പഴയത് ഉപ്പുവാവ് കൊടുത്താൽ മതി. പ്രിയപ്പെട്ടവരെ, ജനവിരുദ്ധ സർക്കാരാണ്. 3 മാസം കൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് തെളിയിച്ചിരിക്കുന്നു ജനവിരുദ്ധ സർക്കാരാണ് ഞങ്ങൾ. ഇപ്പൊ തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഓണക്കാലത്ത് വിലക്കയറ്റം വാണം പോലെ കുതിച്ചിരിക്കുകയാണ്. യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിക്കുന്നില്ല. പക്ഷേ ഈ വി.ഡി. സതീശന് ഈ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലെങ്കിലും, ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ആ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലെങ്കിലും, പക്ഷേ അമ്മായിയപ്പന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള മനുഷ്യനാണ്. നാട്ടിലെ ജനങ്ങൾ എങ്ങനെ പോയാലും പട്ടിണി ഇടുന്നാലും കുഴപ്പമില്ല. പക്ഷെ അമ്മായിയപ്പന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക്. അതുകൊണ്ടല്ലോ ഒരു ദിവസം ഉരുൾപൊട്ടലുണ്ടാകുന്നു, അപ്രതീക്ഷിതമായി പേമാരി, കേരളം മുഴുവൻ പേമാരി കഴിഞ്ഞ് ഉരുൾപൊട്ടലുണ്ടാകുന്നു. മണ്ണിനടിയിൽ 8 പേര് വെട്ടിരിക്കുന്ന വാർത്ത വന്നിരിക്കുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിടിഞ്ഞ് 8 പേര് മണ്ണിനടിയിലായിരിക്കുന്നു. ആ വാർത്ത വന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ അമ്മായിയപ്പന് മൂക്കിപ്പനിയായിട്ട് അമ്മായിയപ്പനെ ആശുപത്രിയിൽ എത്തിക്കുന്ന മരുന്നും പറക്കുക. ഹെലികോപ്റ്റർ, കേരള സർക്കാരിന്റെ ഹെലികോപ്റ്റർ തിരുവനന്തപുരത്ത് നിന്ന് ആലുവയിൽ ആശുപത്രി കിടക്കുന്ന അമ്മായിയപ്പനെ കാണാൻ തിരുവനന്തപുരത്ത് ഹെലികോപ്റ്റർ പറക്കുന്നു. ഒരു പ്രാവശ്യം പോയി രാവിലെ ഭയങ്കര മഴ, കൊച്ചിയുടെ മണ്ടയ്ക്ക് കറങ്ങിയിട്ട് തിരിച്ചു നടക്കാൻ പറ്റുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോ മഴ വെള്ളം തോർന്നപ്പോ പൈലറ്റിനെ വിളിച്ചു പറഞ്ഞു വീണ്ടും പോകാം. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പറക്കുന്നു ആലുവയിലേക്ക്. അവിടെ ചെന്ന് അമ്മായിയപ്പനെ കാണുന്നു. പ്രിയപ്പെട്ടവരെ, 14 ലക്ഷം രൂപയാണ് ഈ 2 പറക്കൽ ചെലവ് വന്നത്. അങ്ങനെ പെൻഷൻ പദ്ധതി നിർത്താൻ പോകുന്നതിന്റെ ആദ്യ പടിയാണ് ഈ പെൻഷൻ വീടുകളിൽ കൊണ്ട് കൊടുക്കണ്ട എന്ന തീരുമാനം. ആ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ വരും നാളുകളിൽ പ്രക്ഷോഭത്തിന്റെ നാളുകളാണ്. ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്താൻ നടത്തുന്ന ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ എല്ലാവരുടെയും പിന്തുണയും സഹായം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നത് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നത്തോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട രേഖാസുരേഷൻ ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ നടത്തിയ ഉപരോധ സമരത്തെ സംബന്ധിച്ച് ഇവിടെ സഹാക്കളെല്ലാം വളരെ വിശദമായി സൂചിപ്പിച്ചു. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ LDF സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പെൻഷൻ 3-4 മാസക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ
വിതരണം ചെയ്യുകയോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പുകളോ കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. ഉടൻ തന്നെ പുനഃസ്ഥാപിക്കണം. ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഈ സംസ്ഥാനത്തെ എല്ലാ രാജ്യത്തിനാകെ സ്ത്രീകളെല്ലാവരും തന്നെ രാവിലെ മുതൽ വൈകുവോളം ഒരു ചക്രം തിരിയുന്നത് പോലെ വീട്ടിലെ ജോലികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവർ മറ്റ് വേലകളിലേക്ക് പോകുന്നത്. അതിനുവേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. ഇത് പുനഃസ്ഥാപിക്കണം എന്നാണ് ഈ മാർച്ചിലൂടെ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ സഭ വിശദമായി സംസാരിച്ചു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഭകളെയും നമ്മുടെ അസോസിയേഷനിലേക്ക് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഞാൻ കൂടുതൽ ഏർപ്പിക്കുന്നില്ല. ഈ വേഗത്തും ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ സഖാക്കളെയും ഇത് യോഗത്തിന്റെ അധ്യക്ഷനായ സഖാവ് പി വി വിജയൻ, യോഗോദ്ഘാടനം ചെയ്ത കെ വി മുരളീധരൻ, യോഗത്തെ അഭിവാദ്യം ചെയ്ത പി ആർ പ്രമോദ്, ശ്രീമതി രേഖാ സുരേഷ്, ചിലത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ യോഗം നയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം.